ചെയ്യുന്നു. പ്രത്യേകിച്ചും പ്രിയ ഹിന്ദു സിസ്റ്റർ, അതുപോലെ തന്നെ പ്രിയ രാധമ്മ, ആരുമില്ലെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് 3 പേർക്കായി കർത്താവിന്റെ സന്നിധാനം ആയിരിക്കാൻ സ്വപ്നം കൂടെ ആക്കിയതിനെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സ്നേഹം ലാളനം കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ. അത്ഭുതകരമായ ഒരു വർഷമാണ് നമ്മളെ വിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ആ ഒരു കോണ്ടാക്സിലോട്ട് ഞാൻ തിരുവചനമെടുത്ത് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവം തന്ന ഒരു ഭാഗം ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ പാസ്റ്റർ. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഒത്തിരി നന്മകളാൽ ദൈവം നമ്മളെ നിറച്ചിരിക്കുകയാണ്. അതിനെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളന്ന് കുറച്ച് സമയം ദൈവവചനം തുടർന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ഞാനൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ശരിക്കും ഈ 2024 കാര്യം മാത്രമല്ല, മൊത്തത്തിൽ ഈ 2024 ഡിസംബർ 25 ഇതുവരെ നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം, ഭൂരിഭാഗം എന്നല്ല, മാക്സിമം 100% നമുക്ക് പറയാനായിട്ട് ഇല്ല, കിട്ടിയിട്ടുണ്ട്. പിന്നെ ചില പ്രാർത്ഥന വിഷയങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം, അതെന്താന്ന് പറഞ്ഞാൽ സങ്കടമായിരിക്കാം, ദുഃഖമായിരിക്കാം. അപ്പോൾ തന്നെ എന്തുകൊണ്ട് കർത്താവ് എനിക്ക് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നില്ല, എന്നാൽ എന്നെക്കാളും മോശമായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ഒത്തിരി തെറ്റുകൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് പോലും ഉത്തരങ്ങൾ കിട്ടുന്നുണ്ട്, അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ദൈവം എന്തുകൊണ്ട് എന്നെ അനുഗ്രഹിക്കുന്നില്ല? ഞാൻ ദൈവത്തിന് വേണ്ടാത്തയാളാണോ? ദൈവം എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു? ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുന്ന തലത്തിൽ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകാറുണ്ട്, ജീവിതത്തിലൂടെ കടന്നു പോകാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ശരിക്കും നമുക്ക് പ്രാർത്ഥനകളുടെ ഉത്തരം കിട്ടാത്തത് ദൈവം നമ്മളെ സ്നേഹിക്കാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ ചില തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിച്ചു, പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നില്ലായിരുന്നു? അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല, പക്ഷെ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പറയുന്നു. അപ്പോൾ തന്നെ നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റാത്ത ചില അന്തരീക്ഷങ്ങൾ, നിസാരമായ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തെറ്റുകളായിരിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ കൺഫസ് ചെയ്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പിന്നത്തേതില്ല, അതൊന്നും ശരിയായി. എന്നാൽ അതേസമയം എന്നിട്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബട്ട് മറ്റ് പലരും അവരുടെ മനസ്സിന് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് തന്നെ ചൂണ്ടിപ്പറയാൻ പറ്റുന്ന, ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒത്തിരി കുറവുകൾ അവരുടെ ജീവിതങ്ങളുണ്ടായിരിക്കാം. ബട്ട് അവരെ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്, സമ്പന്നരായിക്കൊണ്ടിരിക്കുകയാണ്, മറ്റു പല രീതികളിലും ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സംഗതികൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒത്തിരി ചിന്തകൾ അല്ലെങ്കിൽ ഒത്തിരി ചോദ്യങ്ങൾ ഉയർന്നു വരാം. അങ്ങനെയെങ്കിൽ അതൊക്കെ ആസ്പദമാക്കി ശരിക്കും ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യാദികൾ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നു. അതിനായിട്ട് നമുക്ക് ദൈവവചനത്തിൽ നിന്നും ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ലേഖനം 12-ാം അധ്യായം 5-ാമത്തെ. ഓക്കെ, 12:5. ഓക്കെ, വായിക്കാം. ഒരു മിനിറ്റ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷകൾ വ്യത്യാസം, അതാണോ? എബ്രായർ 12. ഓക്കെ ഓക്കെ. പാസ്റ്റർ പറയുന്ന സൗണ്ട് ഭയങ്കര കുറവ് കേട്ടോ. 12:5 അല്ലേ? മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയും വരുത്. മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. താങ്ക് യു ജീസസ്. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിലാണ്. ഒരു മിനിറ്റ് നമുക്ക് ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. താങ്ക് യു ജീസസ്. ഭാരങ്ങളും പ്രയാസങ്ങളും
ദോഹങ്ങളും എല്ലാ ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാ ദുഃഖങ്ങളും എൻ്റെ താതൻ തന്നിടുമ്പോ എന്നെ അവൻ സ്നേഹിക്കുന്നു. എൻ്റെ താതൻ തന്നിടുമ്പോ എന്നെ അവൻ സ്നേഹിക്കുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗദാതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗദാതൻ ചെയ്തിടുന്നു. നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും നിർണയമാം വിളി കേട്ടവർ ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും എല്ലാം നന്മയ്ക്കായി സ്വർഗദാതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗദാതൻ ചെയ്തിടുന്നു. സ്വർഗീയ പിതാവേ, തിരുവചന ഭാഗത്തെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. വാങ്ങി ഞങ്ങളോട് സംസാരിക്കണമേ, ഇടപെടണമേ. ഇന്ന് രാത്രി ഞങ്ങൾ ശരിക്കും ദൈവശബ്ദം കേൾക്കുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട രൂപാന്തരം ഇന്ന് രാത്രി തന്നെ കർത്താവ് വരുത്തി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനാവശ്യമായിട്ടുള്ള മുഖാന്തരങ്ങൾ കർത്താവ് ഒരുക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പൊന്നുകരങ്ങൾ ഏൽപ്പിക്കുകയാണ്. പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണം. കർത്താവിടെ ആത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം അവിടുത്തെ ആത്മാവിനാൽ തന്നെ ഇന്ന് രാത്രി ഞങ്ങൾ മനസ്സിലാക്കുവാൻ, അത് ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് മറന്നു പോകാതെ എഴുതപ്പെടുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ ഒരു വലിയ അത്ഭുതത്തിന്റെ ദിവസമാക്കി ഞങ്ങളുടെ ജീവിതങ്ങൾ തീർക്കുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വം ഞങ്ങളെ അർപ്പിക്കുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മൾ വായിച്ച വേദഭാഗം 12-ാമത്തെ അധ്യായം, എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം, അതിന്റെ 5-ാമത്തെ വാക്യമാണ്. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. അപ്പൊ കർത്താവ് നമ്മെ ശിക്ഷിക്കുന്ന കർത്താവാണ് എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ അവൻ നമ്മെ ശാസിക്കുന്ന കർത്താവാണെന്നും അവിടെ എഴുതിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ തിരുവചനം നമുക്ക് 2 അറിവുകൾ ദൈവത്തെ കുറിച്ച് തരുന്നു. ഒന്ന്, അവൻ നമ്മെ ശിക്ഷിക്കുന്ന ദൈവമാണ്. 2, ശാസിക്കുന്ന ദൈവമാണ്. അതിന്റെ കാരണങ്ങൾ താഴോട്ട് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം താഴോട്ടുള്ള ഭാഗങ്ങൾ ഇപ്പോൾ വായിക്കേണ്ട, നമ്മൾ തുടർന്ന് ചിന്തിക്കും. അതുകൊണ്ട് ഈ വാക്യങ്ങൾ ശ്രദ്ധിച്ച് അവൻ കേൾക്കാൻ തയ്യാറാക്കുക. അവിടെ എഴുതിയിരിക്കുന്ന ഈ വാക്യം ശരിക്കും ഉദ്ധരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം അതിന്റെ 5, 11, 12 വാക്യങ്ങളിൽ നിന്നാണ് അവൻ ഈ ഭാഗം ഉദ്ധരിച്ചിരിക്കുന്നത്. ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സദൃശ്യവാക്യങ്ങൾ 3-ാമത് 11 and 4. Proverbs 3:11. 3:11. ഓക്കെ. മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവന്റെ ശാസനയെങ്കിൽ മുഷികയും അരുത്. മതി. കണ്ടോ മകനെ, ഈ വാക്യം ശരിക്കും കിടക്കുന്നത് അവിടെയാണ്. അപ്പോൾ എന്താ ഇതിനകത്ത് സംഭവിക്കുന്നത് പറഞ്ഞാൽ, ദൈവം നമ്മെ ശിക്ഷിക്കുന്ന ദൈവമാണ്, ശാസിക്കുന്ന ദൈവമാണ്. അതിന്റെ പിന്നിൽ ഒരു വലിയ യാഥാർത്ഥ്യം കിടക്കും. എന്തുകൊണ്ട് ദൈവം നമ്മെ ശിക്ഷിക്കും? നമുക്കെല്ലാവർക്കും അറിയാം. ഈ തിരുവത്താഴമൊക്കെ എടുക്കുന്ന സമയത്ത് ഈ നമ്മുടെ കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം വായിച്ചു കഴിയുമ്പോഴത്തേക്ക് അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ നമ്മെ ബാലശിക്ഷ കഴിക്കാറും. അപ്പൊ കർത്താവ് നമ്മെ ശിക്ഷിക്കുന്ന ദൈവമാണ്. എന്തുകൊണ്ട് അവൻ നമ്മെ ശിക്ഷിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ നമ്മൾ വന്നെത്താനാണ്. പല സന്ദർഭങ്ങളിലും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരണമെന്നാണ്. ഇന്ന് രാത്രി പ്രത്യേകം ദൈവമക്കൾ ശ്രദ്ധിക്കണമേ. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുവാനല്ല ദൈവം ഇരിക്കുന്നത്. കാരണം ആ ദൈവം എന്ന് പറയുന്ന ആ സ്റ്റാൻഡേർഡ് തന്നെ, അല്ലെങ്കിൽ ആ പൊസിഷൻ തന്നെ വളരെ വലുതാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും
മക്കളായിട്ടിരുന്നിട്ടുള്ളവരാണ്, നമ്മുടെ മാതാപിതാക്കൾക്ക് മക്കളായിട്ടിരുന്നിട്ടുള്ളവരാണ്. നമ്മൾ കുഞ്ഞുങ്ങളായിട്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ട്. നമ്മുടെ അപ്പനമ്മമാര് നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ പേരൻസ് ആയിരിക്കണം, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. സപ്പോസ് നമ്മുടെ അങ്കിൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, ആന്റി സപ്പോർട്ട് ചെയ്യാറുണ്ട്, വല്യമ്മ, കുഞ്ഞമ്മ, ഇവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇവരാരും നമ്മളെ പറ്റി ശാസിക്കാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ അമ്മയപ്പന്മാരോട് കുഞ്ഞുങ്ങൾ താല്പര്യം കാണിക്കുന്നതിനേക്കാൾ, ഇഷ്ടം കാണിക്കുന്നതിനേക്കാൾ, സ്നേഹം പ്രകടിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറം ഈ അങ്കിൾമാരോടും ആന്റിമാരോടും കുഞ്ഞമ്മമാരോടും ഒക്കെയാണ് ഇവര് സ്നേഹം വളരെയധികം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പറയാറുണ്ട്, എന്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ എന്റെ ആന്റി എന്നെ സ്നേഹിക്കുന്നത്. ഞാൻ അതുകൊണ്ട് ആന്റി പറയുന്ന പോലെ കേൾക്കത്തുള്ളൂ. എന്താ കാര്യം എന്നറിയുമോ? നമ്മളെ ഈ ആന്റിയും അങ്കിളും ഒക്കെ കൂടെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേരൻസ് അവരെ വെറുതെ വിടും? ഒരിക്കലും വിടത്തില്ല. അതൊരു വലിയ വഴക്കായി മാറും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ കണ്ടാൽ പോലും ഈ പറയുന്ന റിലേഷൻസ്, ഈ പറയുന്ന റിലേറ്റീവ്സ് ഒരിക്കലും നമ്മളെ ശിക്ഷിക്കാറില്ല. അങ്ങനെ അത്ര കണ്ട് നമ്മളെ ശാസിക്കാറില്ല. പിന്നെ മറിച്ച് അവർ കേൾക്കുന്ന എന്താണ്? മോനെ സുഖമായിരിക്കുന്നു, എന്താ കഴിച്ചേ, അമ്മ ആഹാരമൊക്കെ ഉണ്ടാക്കി തന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതല്ലാതെ ഇപ്പൊ സ്കൂളിൽ ചെന്നിട്ട് നീ എന്തുകൊണ്ടാ ഈ സബ്ജക്ട് ഫെയിലായ, അല്ലെങ്കിൽ എന്തുകൊണ്ടാ നിനക്ക് ഈ സബ്ജക്റ്റിന് ഇത്രയും മാർക്ക് കുറഞ്ഞു പോയെ എന്ന് പറഞ്ഞിട്ട് അവരൊരിക്കലും നമ്മളെ ശിക്ഷിക്കാനോ ശാസിക്കാനോ വരത്തില്ല. എന്നാൽ നമ്മുടെ പേരൻസ് അങ്ങനെയാണ്. അവരെപ്പോഴും ശ്രദ്ധിക്കുന്നത് വീട്ടിൽ വന്ന ഉടനെ മകളെ സുഖമാണോ, എന്താണ്ട് വിശേഷം, അങ്ങനെയൊന്നും അല്ല ചോദ്യം. അവര് എപ്പോഴും പറയുന്നത് ബുക്കെടുക്കടാ, പഠിക്ക്, പോരുന്ന പഠിക്ക്, നാളെ ഹോംവർക്ക് ഉണ്ടോ, പിന്നെ എന്നാ ഇനി TP ഉള്ള, പിന്നെ എക്സാമിന് എത്ര മാർക്ക്, ഇങ്ങനെ വളരെ കാര്യമായിട്ട് നമ്മുടെ എന്താ പറയുന്നത് മുമ്പിലേക്കുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള ആ ബോധം അവർക്കുള്ളത് കൊണ്ട് എൻ്റെ മകൻ നന്നായിരിക്കണം, എൻ്റെ കുഞ്ഞ് നന്നായിരിക്കണം, മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനായിരിക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ ഒരു പ്രഭുവായിട്ട് മാറണം, സ്വന്തം കാലിൽ നിൽക്കുന്നവനായി തീരണം. അപ്പൊ അതാണ് നമ്മുടെ പേരൻസിന്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർ നമുക്ക് ആവശ്യമായിട്ടുള്ള ശിക്ഷകളും ആവശ്യമായിട്ടുള്ള ശാസനകളും തരാറുണ്ട്. എന്നാൽ ഒരിക്കലും ഇത് നമുക്ക് ഇഷ്ടമുള്ള വിഷയമല്ല. എന്ന് പറയുന്നത് പോലെ നമ്മൾ പലപ്പോഴും ദൈവത്തോട് സ്നേഹിക്കുന്ന ആ സ്നേഹം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ നമുക്ക് ദൈവത്തോട് ഒരു ഭയങ്കര സ്നേഹവും ഭയങ്കരമായിട്ടുള്ള ഒരു ബന്ധവും ഉണ്ടാകാറുണ്ട്. നമ്മൾ ഉപവസിക്കണമെങ്കിൽ ഉപവസിക്കും, പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കും, നമ്മൾ എത്ര സ്ഥലത്ത് വേണമെങ്കിലും പോയി സാക്ഷ്യം പറയും, ഭയങ്കര സംഭവമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരു തെറ്റ് തിരുത്തുമ്പോൾ, ദൈവം നമ്മെ ശാസിക്കുമ്പോൾ, ശിക്ഷിക്കുമ്പോൾ നമ്മൾ അതിനെ ചെന്ന് ആരോടും പറയാറില്ല, അല്ലെങ്കിൽ അതിൽ നമ്മൾ സന്തോഷിക്കാറില്ല. എന്നാൽ ഇന്ന് രാത്രി നമ്മൾ അതിനെ അവൻ വലിയ കാര്യമായിട്ട് എടുക്കുകയും നമ്മൾ അതിൽ സന്തോഷിക്കുകയും. അതാണ് അവിടെ ഇരിക്കുക, മകനെ കർത്താവിന്റെ ശിക്ഷയെ നീ നിരസിക്കരുത്. എന്ന് വെച്ചാൽ ഒരു എന്ത് പറയുന്നത് നിസ്സാരമായിട്ട് കാണരുത്, അതിനെ നീ വില കുറച്ച് കാണരുത്. ദൈവം നമ്മെ ശിക്ഷിക്കുന്നു എങ്കിൽ, ദൈവം നമ്മെ ശാസിക്കുന്നു എങ്കിൽ അവൻ നമ്മുടെ ജീവിതത്തിൽ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അപ്പുറമുള്ള ഒരു പൊസിഷനാണ്. അതിനു വേണ്ടിയിട്ട് ആ സദൃശ്യവാക്യം തന്നെ 3:12 വാക്യം ഒന്ന് വായിച്ചേ. 12 വാക്യം. 3:12. അപ്പന് ഇഷ്ടപുത്രനോട് ചെയ്തതുപോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ശ്രദ്ധിക്കുക, അപ്പൻ തന്റെ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ഒരു ഹല്ലേലൂയ പറയാമോ? താങ്ക് യു ജീസസ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? ദൈവം നമ്മുടെ ജീവിതത്തിൽ അപ്പന്റെ സ്ഥാനം ഹോൾഡ് ചെയ്യുന്നത് കൊണ്ടാണ്. അവൻ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞ് യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചതിന്റെ കാരണം നമ്മുടെ ദൈവം നമ്മുടെ അപ്പനായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു ജീസസ്. ആമേൻ. വളരെ കാര്യമായിട്ട് ചിന്തിക്കുക. അവിടെ പറയുന്ന പല കാര്യങ്ങളുണ്ട്. അത് ഞാൻ വളരെ വേഗത്തിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് എഴുതാൻ പറ്റുന്ന രീതിയിൽ ഒരു 3 ഒരു ടോപ്പിക്കായിട്ട് പറയാം. 1, അവൻ നമ്മുടെ അപ്പനാണ്. 2, നമ്മൾ അവന്റെ മക്കളാണ്, മകനാണ് അല്ലെങ്കിൽ മകൻ. 3, സാധാരണ മകനോ മകളോ അല്ല, ദൈവം സ്നേഹിക്കുന്ന മകനാണ്, മകളാണ്, അല്ലെങ്കിൽ പ്രിയ പുത്രി പുത്രനാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയുക, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ ശിക്ഷ വരുന്നുണ്ട്.
നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ ശിക്ഷ വരുന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ ശാസന വരുന്നെങ്കിൽ, അവൻ അത്ഭുതമാണ്. ദൈവം നമ്മെ നടത്തുന്ന വഴി വലുതാണ്. നമ്മൾ തുടർന്ന് ചില കാര്യങ്ങൾ കൂടെ അവൻ ചിന്തിക്കാനായിട്ട് നമ്മൾ എടുത്ത വേദാംശത്തിൽ തന്നെ മടങ്ങി വരാം. ഇബ്രായർക്ക് 12-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം മുതൽ വായിച്ചത്. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഒരു മനസ്സുണ്ടെങ്കിൽ ദൈവത്തോട് പറയണം, കർത്താവെ, എന്നെ ഒന്ന് തല്ലണം, എന്നെ ഒന്ന് ശാസിക്കണം. കാരണം എൻ്റെ ജീവിതത്തിൽ അതിൻ്റെ ഒരു കുറവുണ്ട്. എന്തും ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ടല്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ നിൽക്കണം. എന്താ കാരണം എന്നറിയാമോ? നിങ്ങൾ ഈ ഭാഗം ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണേ. പാടത്തോട്ട് വരുമ്പോഴത്തേക്കും 11-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. അതുപോലെ തന്നെ അതിന്റെ 10-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. താങ്ക് യു ജീസസ്. അതിലൊരു സെന്റൻസ് ഇങ്ങനെ കിടപ്പുണ്ട്: അവനോ, 2-ാമത്തെ സെന്റൻസ് ആണ്, അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരു ചെറിയ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പോലും അത് നമ്മുടെ മനസ്സിനായിട്ട് വല്ലാണ്ട് അലട്ടും. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, നമുക്ക് ഉപവസിക്കാൻ കഴിയത്തില്ല. ജസ്റ്റ് നമ്മളൊന്ന് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ പോലും, ഉപവസിച്ചാൽ പോലും ഒരു ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. നമ്മളെ ബോറടിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു വല്ലായ്മ അനുഭവപ്പെടും. നമുക്ക് ഒരു സ്വസ്ഥത കാണത്തില്ല. അതവന്റെ ശരിയായിട്ടുള്ള വാക്ക്. ഒരു സ്വസ്ഥത കാണത്തില്ല, ഒരു വല്ലാത്ത അസ്വസ്ഥതയായിരിക്കും. അപ്പോഴത്തെ നമുക്ക് തന്നെ തോന്നിപ്പോകും, എടാ, എൻ്റെ കൂടെയുള്ളവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ആ കള്ളത്തരം പറഞ്ഞപ്പോൾ, അവനൊന്നും ഒരു കുഴപ്പമില്ല. അവർ വരുന്നു, ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രവചനം പറയുന്നു, പോകുന്നു. ബട്ട് സ്റ്റിൽ ഐ ആം സ്ട്രഗ്ലിംഗ്. എനിക്കൊരു എന്ത് പറയുന്നത്, ദൈവത്തോടുള്ള ഒരു സമാധാനത്തിലേക്ക്, ദൈവിക സമാധാനത്തിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് തൊട്ടാലും പ്രശ്നമാകുന്നു, ഞാൻ എന്ത് പറഞ്ഞാലും പ്രശ്നമാകുന്നു. എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്നോടും ആളുകൾ കയർത്ത് സംസാരിക്കുന്നു, വെറുതെ എൻ്റെ കാല് കല്ലിൽ തല്ലുന്നു. ഇങ്ങനെ ഒത്തിരി വിഷയങ്ങൾ. എന്ത് കാര്യം ചെയ്താൽ അതൊരു പ്രോപ്പർ ലെവലിലോട്ട് വരത്തില്ല. ഇങ്ങനെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ? താങ്ക് യു ജീസസ്. അപ്പോഴെല്ലാം പിശാചു എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ദൈവത്തിന് തന്നെ വേണ്ട, അതുകൊണ്ടാണ്. പക്ഷെ അതല്ല യാഥാർത്ഥ്യം. തിരുവചനം പറയുന്നു, ദൈവം നമ്മെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് അവൻ നമ്മെ തല്ലുന്നു, അതുകൊണ്ട് അവൻ നമ്മെ ശിക്ഷിക്കുന്നു, അതുകൊണ്ട് അവൻ ശാസിക്കുന്നു. വലിയ യാഥാർത്ഥ്യമാണ്. എന്താ കാര്യം എന്നറിയോ? നമ്മളെ ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അവന്റെ സ്റ്റാൻഡേർഡിൽ നമ്മൾ ആയിത്തീരാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു. അവന്റെ വിശുദ്ധി നമ്മളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ വിശുദ്ധിയിലേക്ക് നമ്മളെ ചേർന്നിടം വരെ കർത്താവ് നമ്മെ മെനഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഇടം കൊടുക്കരുത്. ദൈവം നമ്മെ ശാസിക്കുമ്പോൾ, ദൈവം നമ്മെ ശിക്ഷിക്കുമ്പോൾ, ദൈവം എനിക്ക് വേണ്ട, ഞാൻ ഇനി പ്രാർത്ഥിക്കത്തില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നതോറോ എനിക്ക് പ്രശ്നം ഉണ്ടാകുന്നത്, ഞാൻ ഉപവസിക്കുമ്പോഴാണ് എനിക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില പ്രിയപ്പെട്ടവർ പറയാറുണ്ട്, പെന്തക്കോസ്തിലോട്ട് വന്നു, പക്ഷെ പെന്തക്കോസ്തിൽ വന്നപ്പോഴാണ് എന്റെ പ്രശ്നം തുടങ്ങി. മാനസാന്തരപ്പെടാനായിട്ട് പറഞ്ഞു, ഞാൻ മാനസാന്തരപ്പെട്ടു, പക്ഷെ എന്നിട്ടും എന്റെ പ്രശ്നം തീർന്നില്ല. അപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു സ്നാനപ്പെടണം. ഞാൻ വിചാരിച്ചു സ്നാനപ്പെടുമ്പോൾ ഞാൻ സൗഖ്യമാകും, സ്നാനപ്പെടുമ്പോൾ എൻ്റെ പ്രശ്നമൊക്കെ തീരും. പക്ഷേ സ്നാനപ്പെട്ടപ്പോഴാ എൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങി. കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. സ്വസ്ഥമായിരുന്ന ഞാൻ സ്നാനപ്പെട്ടതോടെ തീർന്നു. സത്യം പറഞ്ഞു, നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ പ്രിയ മക്കളായി. പിന്നെ ദൈവത്തിന്റെ ഓണർഷിപ്പ്, നമ്മളെ ദൈവത്തിന്റെ ഓണർഷിപ്പിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് ശരിക്കും അപ്പനായിട്ട് നമ്മളങ്ങ് പണിയാൻ തുടങ്ങി. ദൈവം ശിക്ഷിക്കേണ്ട സ്ഥാനങ്ങൾ ശിക്ഷിക്കാൻ തുടങ്ങി. ദൈവം നമ്മെ മെനയാനായിട്ട് തുടങ്ങി. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിനനുസൃതമായ ലെവലിലോട്ട് വരാനായിട്ട് തുടങ്ങി. ഇനി 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കഥാപാത്രമാണ് യാക്കോബിന്റെ ജീവിതത്തിനകത്തൊരു പ്രശ്നമുണ്ടായിരുന്നു. അതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, പുള്ളി ഭയങ്കര ഉപായിയായിരുന്നു. അതിന് കാരണം പുള്ളിക്കാരന്റെ അമ്മയാണ്. പുള്ളിക്കാരന്റെ അമ്മ ഉബായി ഫാമിലിയിൽപ്പെട്ട ഒരു അമ്മയായിരുന്നു. അറിയാലോ ഞാൻ പറയണ്ടേ? അതെങ്ങനെ നമുക്കറിയാന്ന് പറഞ്ഞാൽ, തൻ്റെ സഹോദരൻ ലാബാൻ ഈ പറയുന്ന ഈ യാക്കോബിന്, അതായത് യാക്കോബിന്റെ അമ്മായിയപ്പൻ, യാക്കോബിനെ എന്തെല്ലാം രീതിയിൽ ഏറ്റവും
അങ്ങേ അപ്പുറത്തുള്ളയാളാണ്. അപ്പനായിട്ടൊക്കെ വരുമെന്ന് നമുക്ക് പറയാം. അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ സഹോദരിയാണ് യാക്കോബിന്റെ അമ്മ. പിന്നെ യാക്കോബിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം ഒന്നും പറയണ്ട. അമ്മയും യാക്കോബും ഭയങ്കര കമ്പനിയാണ്. എന്ന് വെച്ചാൽ ലൈക്ക് ഫ്രണ്ട്സ് എന്ന് പറയാം, അത്രയും. എന്നാൽ ഏശാവോ നേരെ അപ്പന്റെ സൈഡിലായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ അമ്മയുടെ ഒരുപാട് ക്യാരക്ടർ ഈ യാക്കോബിലുണ്ടായിരുന്നു. നമുക്കറിയാം, ആദ്യം തന്നെ ഈ ജ്യേഷ്ഠന്റെ ജ്യേഷ്ഠാവകാശം മേടിച്ചു. എങ്ങനെയാ മേടിച്ചേ? സിമ്പിളായിട്ടാണ്. ഒരു കപ്പ് പായസം കൊടുത്തിട്ട് ജ്യേഷ്ഠാവകാശം ഫുള്ളിങ് വാങ്ങി. എന്തോരം ചതിയായിരുന്നെന്നറിയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൻ അനുഗ്രഹിക്കാൻ വേണ്ടി ജസ്റ്റ് വേട്ടയിറച്ചി കൊണ്ടുവരാൻ വേണ്ടി പറയുമ്പോഴത്തേക്കും അമ്മ ഈ മകനും കൂടെ ചേർന്ന് കാണിക്കുന്ന പുകിൽ നമുക്കറിയാം. അപ്പോഴത്തെ അത് റെഡിയാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞിട്ട് ആ കഴിക്കാൻ സമയത്ത് ഈ യാക്കോബിനോട് ചോദിക്കുന്നുണ്ട്, നീ ആരാണ്, നിന്റെ പേരെന്തോ എന്ന് ചോദിക്കുമ്പോൾ യാക്കോബ് പറയുന്നു, ഞാൻ ഏശാവാണ്. ഈ അപ്പൻ, കണ്ണ് കാണാത്ത അപ്പൻ, നന്നായിട്ട് ഇവനെ ഒന്ന് തടയി നോക്കുന്നുണ്ട്. നോക്കിയപ്പോഴത്തേക്കും പറയുക, ശരീരം കണ്ടിട്ട് ഏശാവിന്റെ ശരീരം, കാരണം ആടിന്റെ തോലാണല്ലോ കിട്ടിയത്. എന്നാൽ ശബ്ദമോ യാക്കോബിന്. എന്നിട്ട് ഈ അപ്പനെ നോക്കണേ, അപ്പൻ വേറൊരു റേഞ്ചാണ്. ഒരനുഗ്രഹം പോലും ഇളയ മകന് കൊടുക്കാൻ മുഴുവനും മൂത്ത മകന് വേണ്ടി സ്വരൂപിച്ചു വെച്ചേക്കുക. ഹല്ലേലൂയ. അപ്പൻ ഞാൻ ആ ഭാഗത്ത് നിന്നൊക്കെ പുറത്തു വരട്ടെ. എന്തായാലും പേരെന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും ജ്യേഷ്ഠന്റെ പേരും പറഞ്ഞ് ആ അനുഗ്രഹം എല്ലാം മേടിച്ചുകൊണ്ട് ഈ മനുഷ്യന് ഓടുന്നൊരു ഓട്ടമുണ്ട്. അമ്മയുടെ വാക്കനുസരിച്ച് നേരെ അമ്മായിയപ്പന്റെ വീട്ടിലോട്ട് പോവുക. ഈ പോകുന്ന വഴിക്ക് ഈ ദർശനമൊക്കെ കിട്ടുന്നത് അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ പല പ്രാവശ്യം പറ്റിക്കപ്പെടും. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പെങ്കൊച്ചിന് വേണ്ടി അവിടെ അധ്വാനിക്കുന്നുണ്ട്. ആ കല്യാണ ദിവസത്തിൽ ആ പെങ്കൊച്ചിനെ മാറ്റി മൂത്തവളെ കെട്ടിച്ചു കൊടുക്കുന്നു. പിന്നെയും ഇവൻ ചെന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പോഴത്തെ പറഞ്ഞു, ഇളയവളെ ഞാൻ നിനക്ക് തന്നെ കല്യാണം കഴിപ്പിച്ചായിരുന്നു, ഇനിയും ഇവിടെ അധ്വാനിക്കണം. അങ്ങനെ തന്റെ ജീവിതത്തിന്റെ ഏകദേശം നല്ലൊരു ഭാഗവും ലാബാന്റെ വീട്ടിലാണ്. ഇത്ര പ്രാവശ്യം തന്റെ പ്രതിഫലത്തെ ഈ ലാബാൻ മാറ്റിക്കളഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ യാക്കോബ് വരുന്നുണ്ട്. സാധാരണ രീതിയിലല്ല വരുന്നത്, അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് വരുന്നത്. അവന്റെ സമ്പത്തിനോ അനുഗ്രഹത്തിനോ യാതൊരു ഇല്ല. അങ്ങനെ വന്ന് യാക്കോബ് ഈ യാബോക്ക് എന്ന് പറയുന്ന നദിയുടെ അക്കരയ്ക്ക് എല്ലാം വിട്ടിട്ട് ഇക്കരയിൽ ഒരു ദൂതനോടുകൂടെ മൽപ്പിടുത്തം നടത്തുന്ന യാക്കോബിനെ അറിയായിരുന്നല്ലോ, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ മൽപ്പിടുത്തം നടത്തുന്ന സമയത്ത് ആ ദൂതൻ ഒരു ചോദ്യം ചോദിക്കുന്നു. യാക്കോബ് പറയുന്നത്, എന്നെ അനുഗ്രഹിച്ചിട്ട് ഞാൻ വിടത്തില്ല, മുഴുവനും അനുഗ്രഹമാണ്, ജീവിതം മുഴുവനും. എന്നിട്ടും താൻ പറയുന്നു, നീ എന്നെ അനുഗ്രഹിച്ചല്ല, ഞാൻ നിന്നെ വിടത്തില്ല എന്ന് പറയുമ്പോ ഈ ദൂതൻ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നുവെന്നല്ല പറഞ്ഞു. ഈ ദൂതൻ ചോദിക്കുന്ന ഒരു ചോദ്യം, വാട്ട്സ് യുവർ നെയിം, നിന്റെ പേരെന്തോ? അപ്പോഴത്തേക്കും ഞാൻ എന്നാണോ പറഞ്ഞത്? അല്ല, താൻ പറഞ്ഞത് യാക്കോബ്. അതിന്റെ അർത്ഥം, ഇത്രയും കാലം ദൈവം അവനെ ശിക്ഷിച്ചും ശാസിച്ചും അവനെ ശരിക്കും പൊന്നൂതി കഴിക്കുന്നത് പോലെ ലാബാന്റെ ഭവനത്തിനകത്തിട്ട് യാക്കോബിനെ പണിയുകയാണ്. എന്നിട്ട് സത്യസന്ധനായ ഒരു മനുഷ്യനാക്കി ഈ യാക്കോബിനെ കൊണ്ടുവരുന്നു. തന്റെ ജ്യേഷ്ഠനോട് ഒരു കോംപ്രമൈസ് ആകാൻ പറ്റുന്ന നിലവാരത്തിൽ, തന്റെ ജ്യേഷ്ഠനോട് നിരപ്പ് പ്രാപിക്കുന്ന ഒരു ലെവലിലേക്ക് അവനെ കൊണ്ടുവന്നിട്ട് യാബോക്കിന്റെ നദീതീരത്ത് വെച്ച് അവനെ സത്യസന്ധനായിട്ട് കണ്ടിട്ട് പറയുന്നു, ഇനിമേൽ നിന്റെ പേര് ഉവായി എന്നല്ല, യാക്കോബ് എന്നല്ല, ഇനിമേൽ നിന്റെ പേര് ദൈവത്തിന്റെ പ്രഭു എന്നർത്ഥമുള്ള ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. അവന്റെ ജീവിതം മാറിയോ? മാറിയോ? താങ്ക് യു ജീസസ്. കണ്ടോ, ഇതാ പലപ്പോഴും ദൈവം നമ്മെ പണിതെടുക്കുന്നത്. ശരിക്കും ദൈവം ശിക്ഷിക്കുന്നതും ശാസിക്കുന്നതും നമ്മുടെ മനസ്സിനകത്ത് പലപ്പോഴും നമുക്ക് ദൈവത്തോട് മാറിപ്പോകുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാക്കിയേക്കാം. അല്ലെങ്കിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാക്കിയേക്കാം. പക്ഷെ അതൊരു യാഥാർത്ഥ്യമല്ല. മറ്റൊരാളിനെ കൂടെ ഞാൻ എടുക്കാം. നമ്മുടെ ഹിന്ദു സിസ്റ്ററിനെ നേരത്തെ പറഞ്ഞ ആ യോസേഫ് ഒരു വേണ്ടാത്തൊരു സ്വഭാവം ഉണ്ടായിരുന്നു, അറിയാമോ? യോസേഫിന്റെ സ്വഭാവം എന്ന് പറയുന്നത് തന്റെ സഹോദരങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ അപ്പനോട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഈ അപ്പൻ ഈ സഹോദരങ്ങളെ ശിക്ഷിക്കുമ്പോൾ ശാസിക്കുമ്പോൾ ഇവന്റെ മനസ്സിനകത്തൊരു സന്തോഷം. അത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു പ്രത്യേക ക്യാരക്ടറായിരുന്നു. ഇപ്പോഴത്തെ സ്കൂൾ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഞങ്ങളുടെ കാലം പഠിക്കുന്ന ആ സിറ്റുവേഷൻ എങ്ങനെയെന്നറിയോ? നമ്മുടെ അടുത്തുള്ള കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ സഹോദരങ്ങളുടെ ഈ പറഞ്ഞു കൊടുക്കുക, ടീച്ചർ ഇവൻ ഹോംവർക്ക് ചെയ്തില്ല, ടീച്ചർ ഇവൻ നോട്ട്ബുക്ക് കീറി, അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ
അവർക്ക് അടി കിട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷം അത് കാണും. ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, എന്നെയും എൻ്റെ സഹപാഠികൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളെങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ആ സ്വഭാവം ഭയങ്കര ദോഷകരമായിരുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾക്ക് ഇവനോട് അവൻ വളരെ വൈരാഗ്യവൻ, എന്നെങ്കിലും നീ ഞങ്ങളുടെ കയ്യിൽ കിട്ടും എന്നുള്ള ഒരു ചിന്താഗതിയിലോട്ട് എന്താ പറയുക, പ്രതികാരം തീർക്കാനുള്ള ഒരു ലെവലിൽ സഹോദരങ്ങളുടെ ഉള്ളിൽ ചെയ്തു ഒരു നീരസം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഇവൻ സ്വപ്നം കാണും. സ്വപ്നം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കാണിച്ചു തരാന്നായി. ഒടുവിൽ നമ്മൾ കാണുന്നത് ഈ യോസേഫിനെ അവർ പൊട്ടക്കുഴിയിലിടുന്നു, ഈ യോസേഫിനെ അവർ ഇസ്മായിലിയർക്ക് വിൽക്കുന്നു. അങ്ങനെ അവസാനം പോത്തിഫറിന്റെ ഭവനത്തിൽ വരുന്നു. ആ പോത്തിഫറിന്റെ ഭവനത്തിൽ വരുന്ന അന്തരീക്ഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പോത്തിഫറിന്റെ ഭാര്യ യോസേഫിനെ ചേസ് ചെയ്യുന്നുണ്ട്, എന്തോരം പ്രാവശ്യം തന്റെ ഇഷ്ടത്തിന് വഴങ്ങാനായിട്ട് നിർബന്ധിക്കുന്നുണ്ട്, പുറകെ നടക്കുന്നുണ്ട്. യോസേഫ് ഈ പെണ്ണുമ്പിളയുടെ കുറ്റം ഈ പറയുന്ന പോത്തിഫാറിനോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞായിരുന്നോ? ഒരു പ്രാവശ്യമെങ്കിലും സൂചിപ്പിച്ചായിരുന്നു? ഇല്ല. എന്താ കാര്യം എന്നറിയോ? വേറൊന്നും കൊണ്ടല്ല, തനിക്കറിയാം ഇവിടെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഈ സ്ത്രീ എനിക്ക് വിരോധമായിട്ട് എഴുന്നേൽക്കും, ഇതൊരു വലിയ പ്രശ്നമാവും, അതിനേക്കാളും നല്ലത് ദൈവകരങ്ങൾ അങ്ങ് ഏൽപ്പിച്ചോളൂ. അതുകൊണ്ട് തന്നെ ആ സ്ത്രീയോട് അവസാനമായിട്ട് യോസേഫ് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, നീ പറയുന്നത് ഞാനും നീയും മാത്രമാണ് ഇവിടെ ഉണ്ടെന്ന്, പക്ഷെ ഒരിക്കലും അത് യാഥാർത്ഥ്യമല്ല. ഞാനും നീയും മാത്രമല്ല ഇവിടെ, അവൻ വേറൊരാളുകൂടെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കണ്ണുകൾക്ക് വിരോധമായി എനിക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? താങ്ക് യു ചെയ്യും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യോസേഫിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു മെച്ചൂരിറ്റി ഉണ്ടായി. മറ്റുള്ളവരുടെ കുറവുകളെ പറഞ്ഞ് പരത്തിക്കൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവത്തിൽ നിന്നും വ്യത്യസ്തമായി, ആമേൻ, അതെന്റെ ഒരു വിഷയമേ അല്ല, അത് എൻ്റെ ഒരു സബ്ജക്റ്റേ അല്ല എന്നുള്ള ലെവലിൽ ദൈവമാണ് തൻ്റെ സബ്ജക്റ്റായിട്ട് താൻ എടുത്തു. ദൈവമാണ് പ്രാധാന്യം എന്നുള്ള ലെവലിലേക്ക് യോസേഫ് മാറി. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ ഒടുവിലായിട്ട് ഈ അനുഗ്രഹിക്കപ്പെടുന്ന സമയത്ത് സഹോദരങ്ങൾ വരുന്നല്ലോ. വരുമ്പോഴത്തേക്കും അന്ന് നിങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ കാണിച്ചതിന് നിങ്ങളെയൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യും എന്നല്ല പറഞ്ഞത്. എന്നെ നിങ്ങൾ വിറ്റതുകൊണ്ട് ആമേൻ സങ്കടപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. നിങ്ങൾ എന്നെ വിറ്റതല്ല, നിങ്ങൾക്ക് ജീവരക്ഷ വരുത്തുവാൻ നിങ്ങൾക്ക് മുന്നേ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നതാകുന്നു. ഹല്ലേലൂയ. ഒരു തിരിച്ചറിവ്, പകരത്തിന് പകരം കാണിക്കുന്ന ഒരു മെച്ചൂരിറ്റി അല്ല അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മറിച്ച് ആമേൻ തന്റെ ജീവിതത്തിൽ നടന്നതെല്ലാം ദൈവഹിതമായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ, പൊട്ടക്കുഴിയിൽ ഇട്ടപ്പോഴത്തേക്ക് എന്തോ ഒരു വേദന തനിക്കുണ്ടായിരുന്നു. അവൻ സഹോദരങ്ങളെ, അന്ന് അവൻ നമ്മോട് കരഞ്ഞപേക്ഷിച്ചപ്പോൾ അവന്റെ അപേക്ഷ നമ്മൾ കേട്ടില്ല എന്ന് പറഞ്ഞ അവര് തന്നെ സങ്കടപ്പെടുന്നു. എന്തോരം കരഞ്ഞിട്ടുണ്ട്, എന്തോരം നിലവിളിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, പോത്തിഫറിന്റെ വീട്ടിലൊക്കെ തനിക്ക് പുറത്തു പറയാൻ കഴിയാത്ത അവൻ സൈക്കോളജിക്കലി മെന്റലി ഒരുപാട് ഡിപ്രഷൻസ്, ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. അതെല്ലാം അതുപോലെ തന്നെ ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിൽ കടക്കുമ്പോഴും എന്തോരം ഞാൻ പറയുന്നത് ദൈവം എന്നെ കൊണ്ടുവന്നതാ. രാത്രി നിങ്ങൾക്ക് എന്റെ ജീവിതത്തിൽ നടന്നതെല്ലാം അവൻ ദൈവം തന്ന അനുഭവങ്ങളാണ്. ദൈവം എന്നെ പണിതെടുക്കുകയായിരുന്നു, ദൈവം എന്നെ ഒന്ന് വിശുദ്ധീകരിക്കുകയായിരുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ തന്നെ മറ്റൊരു കഥാപാത്രത്തെ കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താം. നമ്മുടെ ആബ്രഹാം വിശ്വാസികളുടെ അപ്പനാണ്. ഈ ആബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം 99-ാമത്തെ വയസ്സിൽ, അതായത് വാഗ്ദത്തം പ്രാപിച്ച് 24 വർഷം കഴിഞ്ഞതിന് ശേഷം, ഒന്ന് വായിച്ചു നോക്കാം. ഉൽപ്പത്തി 17:1. അവിടെ അവൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. താങ്ക് യു ജീസസ്. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുൻപിൽ നടന്ന നിഷ്കളങ്കനായിരിക്കുക. താങ്ക് യു ജീസസ്. ഞാൻ തന്നെ ആ വാക്യം ഒന്ന് വായിക്കാം. 17:1 ഉൽപ്പത്തി. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ഞാൻ സർവശക്തിയുള്ള ദൈവം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്നറിയോ? ഈ സെക്കൻഡ് എനിക്ക് നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ, ഈ സെക്കൻഡ്. പക്ഷെ 24 വർഷം പിന്നിട്ടു അബ്രഹാമേ, 24 വർഷം പിന്നിട്ടു. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ നിറവേറിയില്ല? ഇത് ആഴമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടത്തൊന്നുമില്ല ഈ മെസ്സേജ്, പക്ഷെ നമ്മുടെ ജീവിതത്തെ തിരുത്തി കുറിക്കുന്ന മെസ്സേജാണ്.
കാരണം 24 വർഷം അത്രയ്ക്കും ദൈവത്തിന് സമയം വേണോ ഒരു അത്ഭുതം ചെയ്യാൻ? ഒരു കുഞ്ഞിനെ കൊടുക്കാൻ മാക്സിമം പോയാൽ 1 year. പക്ഷേ ആമേൻ അവിടെ 24 വർഷമായപ്പോഴത്തേക്ക് കഥ പറയുന്നു, എന്റെ ശക്തി ക്ഷയിച്ചു പോയിട്ടില്ല, നിന്നോട് പറഞ്ഞ ആമേൻ എന്റെ വാക്ക് ഞാൻ മാറ്റിയിട്ടില്ല. പക്ഷെ 24 വർഷമായിട്ട് നീ പലപ്പോഴും എന്റെ മുമ്പിലും വന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. എന്നാൽ എനിക്ക് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു മേഖല ഉണ്ട് അബ്രഹാമേ, നീ നിഷ്കളങ്കനല്ല. നിഷ്കളങ്കനല്ല. ഇനി തന്റെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയേ. തന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തെന്ന് തനിക്ക് മനസ്സിലായപ്പോൾ തന്റെ ഭാര്യയായ സാറയിൽ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് അബ്രഹാമിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. താങ്ക് യു ജീസസ്. എന്നാൽ അബ്രഹാം വിശ്വസിച്ചത് എങ്ങനെയെന്നറിയാമോ? ആമേൻ, ഹാഗറിലൂടെ തനിക്കൊരു കുഞ്ഞിനെ കിട്ടും. ഹാഗറിൽ ഉണ്ടായിരുന്ന വിശ്വാസം പോലും തനിക്ക് തന്റെ ഭാര്യയായ ആമേൻ സാറായിൽ ഉണ്ടായില്ല. താങ്ക് യു ജീസസ്. നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങ് ചിന്തിക്കുക. ഞാനത് ഒത്തിരി ഡീപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ലെവലിലോട്ട്. പക്ഷേ ആമേൻ അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. 24 വർഷം കഴിഞ്ഞ് അന്ന് ശ്രദ്ധിക്കണമേ, അന്ന് അബ്രഹാമിന് ഒരു കാര്യം മനസ്സിലായി, ഞാൻ നിഷ്കളങ്കനായിട്ടിരിക്കും. അന്ന് നിഷ്കളങ്കനല്ലാതിരുന്നതിന്റെ പ്രയത്നഫലം ഇന്നും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇന്നും ഇസ്രായേലും മറ്റുള്ള രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം, അഥവാ ഇസ്മായിലും തമ്മിലുള്ള യുദ്ധം അവൻ നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് ആരംഭിച്ച പ്രശ്നമാണ്. താങ്ക് യു ജീസസ്. പക്ഷേ അബ്രഹാം ഒന്നും മാനസാന്തരപ്പെടാൻ അല്ലെങ്കിൽ നിഷ്കളങ്കനായിരിക്കാൻ തയ്യാറാകുന്നു. 25-ാമത്തെ വയസ്സിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തം തന്റെ കരങ്ങളിൽ ലഭിക്കും. താങ്ക് യു ജീസസ്. ചില സന്ദർഭങ്ങളിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാതിരിക്കുന്നതിന് കാരണം എന്തെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ ശരിക്കും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അവനൊരു രൂപാന്തരം വരാത്തത് കൊണ്ടാണ്. അത് മനസ്സിലാക്കിയ പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നമ്മുടെ മനസ്സിനെ നമ്മൾ രൂപാന്തരപ്പെടുത്തണം. ഇതം എന്താണെന്നറിഞ്ഞ്, ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നറിഞ്ഞ് നമ്മളൊന്ന് രൂപാന്തരപ്പെടുത്താൻ തയ്യാറാകണം. അപ്പോൾ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. 1, ഭൂമിയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. 2, സ്വർഗത്തിൽ അവൻ നമ്മെ അവന്റെ കൂടെ ഇരുത്തും. ലോകം പോകുന്ന അല്ലെങ്കിൽ ആത്മീയ അന്തരീക്ഷം അല്ലെങ്കിൽ ആത്മീയ ഗോളം പോകുന്ന ഒരു പോക്ക് എങ്ങനെയെന്നറിയാമോ? ഫ്രൂട്ട് മാത്രം മതി. അതായത് ഇപ്പം ഒരു വാഴ എന്നിരിക്കട്ടെ, എനിക്ക് ബനാന ഫ്രൂട്ട് വേണം, അത് മാത്രം മതി. എന്നാൽ എനിക്ക് ബനാന വേണ്ട എന്ന് വെച്ചാൽ ആ വാഴ എനിക്ക് വേണ്ട, വാഴയുടെ ഫലമായിരിക്കുന്ന ആ ഫ്രൂട്ട് മാത്രം എനിക്ക് മതി എന്ന് പറയുന്നത് പോലെ ഇന്ന് പലർക്കും ദൈവം വേണ്ട, ദൈവത്തിന്റെ വാഗ്ദത്തം മാത്രം മതി. ഞാൻ കുറ്റം അവരെ ഒന്നും കുറ്റം പറയുന്നതല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ പറയുന്ന കാര്യമാണ്, നമുക്ക് വലുത് വാഗ്ദത്തമല്ല, നമുക്ക് വലുത് ദൈവമാണ്. ദൈവം നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ വാഗ്ദത്തങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. മാത്രമാണ് നമ്മൾ പിടിച്ചിരിക്കുന്നുവെങ്കിൽ കർത്താവ് നമുക്ക് നോക്കിയിട്ട് പറയും, നീ അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, പക്ഷെ ഹൃദയം കൊണ്ട് നീ ദൂരത്താണ്. ഇന്ന് രാത്രി 2024 നമ്മെ വിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ താങ്ക് യു ജീസസ് 2025 പ്രവേശിക്കാൻ പോകുന്ന ചില നാളുകൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കാം. 2024 വരെ ഞാൻ പ്രാർത്ഥിച്ച പല വിഷയങ്ങൾക്കും യഥാർത്ഥമായിട്ടുള്ള ഉത്തരം ലഭിക്കാത്തതിന് കാരണം ദൈവം ആഗ്രഹിക്കുന്ന പോലെ എനിക്കൊരു രൂപാന്തരം ഉണ്ടാകാത്തത് കൊണ്ടാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ എൻ്റെ കഷ്ടതയിൽ സന്തോഷിക്കുന്നു. ഇന്ന് രാത്രി അപ്പോസ്തലന്മാർ പറയുന്നത് പോലെ എന്റെ കഷ്ടതയിൽ ഞാൻ പ്രശംസിക്കുന്നു. എനിക്ക് ലഭിക്കുന്ന ശിക്ഷയിൽ ഞാൻ സന്തോഷിക്കുകയാണ്. കാരണം ലോകത്തിൽ മാത്രം എന്റെ ജീവിതം നിന്നു പോകത്തില്ല, എന്റെ ജീവിതം വരാനുള്ള. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ, ശോധനകൾ, ഈ പറയുന്ന ശിക്ഷയും ശാസനയും ഒക്കെ സത്യം പറയാലോ ദൈവത്തിൽ നമ്മോട് ഇഷ്ടം കൂടിയതുകൊണ്ട് നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. സീരിയസ്ലി ദൈവവചന പറയുന്നത്. കാരണം യേശു കർത്താവ് തന്നെ തന്റെ ശിഷ്യന്മാരോടൊക്കെ പറയുമ്പോൾ ഒരു ഈവൻ ഈ കൊല എന്ന് പറയുന്ന പുല്ല് എന്ന് പറയുന്നു ന്യായപ്രമാണത്തിന്റെ കാര്യം യേശു കർത്താവ് പറയുമ്പോൾ ഒരുത്തനെ കൊല്ലണമെന്ന് നമ്മൾ മനസ്സിൽ ചിന്തിച്ചാൽ മതി, അത് കൊലപാതകമാണ്. ആരോടെ പറയുന്നു? ശിഷ്യന്മാരോടെ പറയും. അത്രമാത്രം ദൈവസന്നിധാനത്തിൽ നമ്മളെ നിഷ്കളങ്കരായി. ഒരു ഉദാഹരണം പറയാം. ഈ ധനവാനും ലാസറും ഓർമ്മയുണ്ടോ? ധനവാനും ലാസറും. ഈ ധനവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ
എത്ര സഭ പണിയാം, എത്ര അനാഥ മന്ദിരം വേണമെങ്കിലും പണിയാം, എത്ര ഓൾഡ് ഏജ് ഹോം വേണമെങ്കിലും പണിയാം, എത്ര പ്രസ്ഥാനം വേണമെങ്കിലും പണിയാം, അല്ലേ? എന്താ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പണമുണ്ട്, ധനമുണ്ട്, സമ്പത്തുണ്ട്. എന്നാൽ ഈ ചിന്തിച്ചു നോക്കിയേ, ശാരീരം മുഴുവനും വ്രണ. തന്റെ കൂടെ അവൻ ഉണ്ടായിരിക്കുന്ന കളി എന്ന് പറയുന്ന ആരെന്നറിയാമോ? നായ്ക്കളാണ്. ശരിയല്ലേ? പലരുണ്ട് ഈ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന എച്ചിലൊക്കെ ഈ ലാസർ ഇരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ അവൻ ആ എച്ചിലെ കിട്ടിയായിരുന്നു. മേശയിൽ നിന്ന് വീഴുന്ന അപ്പഞ്ഞുറുക്കുകൾ ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. പക്ഷെ അതുപോലും തനിക്ക് കിട്ടിയെന്ന് വേദപുസ്തകത്തിനകത്ത് നമ്മൾ വായിക്കുന്നു. നിങ്ങൾ അല്ലെങ്കിൽ വായിച്ചു കിട്ടി. ഈ ചിക്കന്റെ ബീഫിന്റെ ഒക്കെ ഈ ഫ്രൈ ഒക്കെ ചെയ്യും ആ ഒരു മണം വരുമ്പോഴും താൻ ആഗ്രഹിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ. ഇനി ഈ സന്ദർഭം എടുത്തിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് തുറന്ന മനസ്സോടെ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വെക്കേ. നിങ്ങളുടെ മുമ്പിൽ വേറൊന്നുമല്ല, ശരിക്കും ലാസറിനെയാണോ ദൈവം സ്നേഹിച്ചത്? ധനവാനെയാണോ ദൈവം സ്നേഹിച്ചത്? എന്ത് തോന്നുന്നു? ലോകത്തിലൂടെ നമുക്ക് ധനവാന് കാറുണ്ട്, അമ്മൻ എല്ലാ സെറ്റപ്പും ഉണ്ട്. എന്നാൽ ഇവൻ ഈ ലാസറോ ഭിക്ഷക്കാരനായിട്ടിരിക്കും. ആരെയാ ദൈവം അനുഗ്രഹിച്ചത്? ലോക കണ്ണുകളിലൂടെ നമ്മൾ ലോജിക്കായിട്ട് നോക്കിയാലോ ധനവാനെയാ. കാരണം എന്ന് പറഞ്ഞാൽ അവനെല്ലാം ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു പാസ്റ്ററാ, ഈ ഹിന്ദു സഹോദരി ഒരു പാസ്റ്ററാ, പിന്നെ ഈ പറയുന്ന ദൈവവൈദ്യനും ഒരു പാസ്റ്റർ എന്നിരിക്കുന്നത്. നമ്മൾ മൂന്നുപേരും പാസ്റ്ററാ. ഈ 3 പേരിൽ ഞാൻ മാത്രം ധനവാന. എനിക്കൊരു പ്രസ്ഥാനമുണ്ട്, ദ വേർഡ് ടോക്ക് ചർച്ച് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനമുണ്ട്. 100-300 ചർച്ചുണ്ട്. ഇന്റർനാഷണൽ ലെവലിൽ ഞാൻ പോയി വരാറുണ്ട്. പക്ഷെ നിങ്ങളെ 2 പേരും എന്ന് പറയുന്ന ഒരാൾ, ഇപ്പൊ ഹിന്ദു സിസ്റ്റർ എന്ന് പറയുന്ന ഒരു മിനിമം ലെവലിൽ നിൽക്കുന്ന ഒരു വലിയ ചർച്ചുണ്ട്, ഒരു 2000 പേര് കൂടുന്നുണ്ട്, ട്രിവാൻഡ്രം സിറ്റിയിലാണ്. അങ്ങനെ ഒരു ചർച്ചിന്റെ പാസ്റ്ററായിട്ട് പോകുന്നു. മറ്റേ സഹോദരി എന്ന് പറയുന്നത് ജസ്റ്റ് ട്രാക്ട് ഒക്കെ കൊടുക്കാനായിട്ട് പോകും. പിന്നെ വലുതായിട്ട് പറയാനോ മീറ്റിങ്ങോ അങ്ങനെയൊന്നും കിട്ടാറില്ല. പിന്നെ അങ്ങനെ വലിയ പ്രസംഗമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു ദൈവത്തെ ഭയപ്പെട്ടു പോകുന്ന ഒരു നേരം. ഇതിൽ ഈ നമ്മുടെ 3 പേരെ എടുക്കുമ്പോൾ ഒരു കൺവെൻഷൻ സ്റ്റേജിൽ നമ്മൾ 3 പേരും പോകുകയാണെങ്കിൽ ആരെയായിരിക്കും അവിടെ ഉള്ളവർ ഏറ്റവും കൂടുതൽ പൊക്കി പറയുന്നത്? തന്നെ ആയിരിക്കും. എന്താ കാര്യം? ഇന്റർനാഷണൽ ലെവലിൽ ചർച്ച എന്ന് പറയുന്ന പോലെയാ ഈ പറയുന്ന ധനവാൻ എല്ലാവരുടെ മുമ്പിലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന ആമേൻ ഇരുന്നേ. ഈ ലാസറിനെയൊക്കെ കണ്ടിട്ട് ശപിക്കപ്പെട്ട ജന്മം എന്ന് മാത്രമേ നമുക്ക് തോന്നുന്നു. പക്ഷെ ഇന്റേണലി നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ 2 പേരും മരിച്ചു. ധനവാൻ നേരെ യാതന സ്ഥലത്തോട്ട് പോയി, ഈ ലാസർ നേരെ അബ്രഹാമിന്റെ മടിയിലോട്ടു. എന്നിട്ട് അവിടെ ഈ ധനവാനും അബ്രഹാമിനും ഇടയിൽ നടക്കുന്ന ഈ സംഭാഷണത്തിൽ അബ്രഹാം പറയുന്ന ഒരു കാര്യമുണ്ട്: നീ ലോകത്തിലായിരുന്നപ്പോൾ അടിച്ചു പൊളിച്ച് ജീവിച്ചു, എന്നാൽ ഈ ലാസറോ അവിടെ വേദന അനുഭവിച്ചു. നീ വേദനയിലായിരിക്കുന്നു, അവനോ വിശ്രമിക്കുന്നു. എത്ര പ്രാർത്ഥിച്ചിട്ടും അവൻ ചില ഉത്തരങ്ങൾ നമുക്ക് കിട്ടാതിരിക്കുന്നു. എത്ര യാചിച്ചിട്ടും ചില നന്മകൾ നമ്മുടെ കൈക്കകത്ത് അവൻ ദൈവം തരാതിരിക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം: ഈ പറയുന്ന ധനവാന്മാരെക്കാൾ അധികം ദൈവം, ഈ പറയുന്ന വലിയ വലിയ ആളുകളെക്കാൾ അപ്പുറം ദൈവം എന്റെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അവൻ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അപ്പുറം ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവൻ നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദേശവും നമ്മുടെ ജീവിതവും എല്ലാം ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് തീർന്നു പോകാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നാം അവനോട് കൂടെ അവിടെ ഇരിക്കണം. കാരണം ഇവിടെ നമ്മൾ ഒരു 60, 70, 80, 90 വയസ്സ് അല്ലെങ്കിൽ 100 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകും. ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് ഞൊടിനേരമാണ്, എന്നാൽ അവിടുത്തെ ജീവിതം യുഗങ്ങളാണ്. കർത്താവ് കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ട്, അവനോട് കൂടെ ഇരുത്താൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവന് പലപ്പോഴും ധനം നമുക്ക് തരാത്തെ. കാരണം അവൻ സകലവിധ ദോഷത്തിന്റെയും അടിസ്ഥാനം ധനമാണ്. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയുമ്പോഴത്തേക്കും നമുക്ക് വ്യക്തമാക്കാനായിട്ട് കഴിയും. ഈ ഡെണ്ടിലൊക്കെ താമസിക്കുന്ന പ്രിയപ്പെട്ടവരെ കണ്ടിട്ടുണ്ടോ? ഈ റെയിൽവേ പാലത്തിന്റെ സൈഡിലൊക്കെ സാരിയൊക്കെ മറച്ചു കെട്ടി താമസിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാർ. അവരുടെ കയ്യിൽ മൊബൈൽ കാണത്തില്ല, അവരുടെ കയ്യിൽ ഈ പറയുന്ന മോഡേൺ ഒന്നും കാണത്തില്ല.
അവരെന്തേലും എവിടെന്നെങ്കിലൊക്കെ എന്തോ ഭിക്ഷാടനം ചെയ്തും അങ്ങനെ എങ്ങനെയൊക്കെ അങ്ങ് എന്ത് ഭക്ഷിക്കും, അങ്ങനെ അങ്ങ് പോകും. ഇനി ഒരു കൂട്ടം പേരുണ്ട്, അവർക്ക് ഡെണ്ട് പോലും കാണത്തില്ല, ഭിക്ഷക്കാരായിട്ട് തുടരുന്നവർ, താടിയും തീശയൊക്കെ വളർത്തി ഇങ്ങനെ ആരെങ്കിലും കൊടുക്കുന്നതും അല്ലെങ്കിൽ റോഡ് സൈഡിൽ കിടക്കുന്നതും. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ അവരെ കണ്ടിട്ട് പ്രൈസ് ദി ലോർഡെന്നോ അല്ലെങ്കിൽ അവരെ ചെന്ന് കണ്ടിട്ട് എന്തേലും നമ്മൾ അവരുമായിട്ട് കുശലം പറഞ്ഞിരിക്കാറുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. നമ്മുടെ ചർച്ചിൽ തന്നെ വരുന്ന ഈ പാവപ്പെട്ട ആൾക്കാരെ നമ്മൾ മൈൻഡ് ചെയ്യാറുണ്ട്. നമ്മളൊക്കെ എനിക്ക് ഇച്ചിരി വിവരം വരുന്നത് 24 വർഷമായി ശുശ്രൂഷയിൽ ഇറങ്ങി. സത്യം പറഞ്ഞാൽ തിരുവചനത്തിന്റെ ആഴങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇടയായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രസംഗിക്കുന്നതും പലതും വ്യത്യസ്തമാണ്. കാരണം എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഈ പറയുന്ന തിരുവചനങ്ങളെല്ലാം ദൈവം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ശുശ്രൂഷിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും അവരടുത്ത് നിന്ന്, എന്നാൽ അമ്മൻ സത്യം പറയാലോ, നമ്മളെക്കാളും പാപം കുറച്ച് ചെയ്യുന്ന ആളുകളാണ് ഈ ഭിക്ഷക്കാർ. അവർക്ക് ആരോടും പകരം കാണിക്കാൻ വേണ്ടി പോണ്ട, അവർക്ക് ആരോടും പകരം വീട്ടണ്ട, അവർക്ക് ആർക്ക് വിരോധമായിട്ട് തിന്മ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഫ്രണ്ട്സും സഹപാഠികളും ഭാര വെക്കാനുള്ള ആൾ ഒന്നുമില്ല. എന്നാൽ നമ്മളാകട്ടെ, നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് ബന്ധങ്ങളുണ്ട്. നമുക്കിട്ട് പണിയുന്നവരെ നമ്മൾ കരുതി കൂട്ടി വെക്കാറുണ്ട്. നമുക്ക് ഒരു ചാൻസ് വരുമ്പോഴത്തേക്കും നമ്മളും 2 തട്ട് തട്ടാറുണ്ട്. നമുക്കിട്ട് കുത്തി പറയുന്നവരെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. നമുക്കൊരു അവസരം കിട്ടുമ്പോൾ നമ്മളും പതുക്കെ തട്ടി കൊടുക്കാറുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അവരെല്ലാം നമ്മളെക്കാളും അവൻ വിശുദ്ധരാണെങ്കിൽ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ, നമുക്ക് കർത്താവുണ്ട്, അവർക്ക് കർത്താവ്. പറഞ്ഞു വരുന്നത്, ഈ ഭൂമിയിൽ ഇരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഒരു മനുഷ്യൻ ദൈവത്തോട് ബന്ധമുള്ളവനാണോ ഇല്ലയോ എന്ന് നമുക്കൊരിക്കലും തീരുമാനിക്കാൻ പറ്റുന്നു. വെള്ളം ഇട്ടത് കൊണ്ടോ താടി മീശ എടുത്തത് കൊണ്ടോ അവൻ നല്ല ഉയർന്ന വാഹനത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടോ 24 മണിക്കൂറും അവൻ ഉപവാസത്തിന്റെ പോസ്റ്ററുകൾ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ടോ ഇതൊന്നും കൊണ്ട് ഒരു മനുഷ്യൻ ദൈവ വൈതലാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ലെന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം അവൻ യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിന്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങൾ പുറത്തെ. പക്ഷെ യേശു കർത്താവ് റിപ്ലൈ ചെയ്യുന്നത്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിന് നമ്മുടെ മേലൊരു ഉദ്ദേശം കടപ്പുണ്ട്. ദൈവഹിതമെന്നും പറഞ്ഞൊരു സാധനമുണ്ട്. ഞാൻ യേശു കർത്താവിന്റെ മിനിസ്ട്രിയെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്കകത്ത് വന്ന് നമ്മുടെ ഏരിയയിൽ ഒരു ചർച്ച പണിയായിരുന്നു, അല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ, കർത്താവ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നോ? ഇനി എത്ര രാജ്യത്ത് യേശു കർത്താവ് പോയിട്ടുണ്ട്? ഹല്ലേലൂയ. കർത്താവിന് അതൊന്നും അല്ലായിരുന്നു ലക്ഷ്യം. യേശു കർത്താവിന്റെ ലക്ഷ്യം പിതാവിന്റെ ഇഷ്ടം ചെയ്യുക, എനിക്കും നിങ്ങൾക്കും വേണ്ടി പാവപരിഹാരത്തിന് വേണ്ടി യാഗമായി തീരുക. ദാറ്റ് ഈസ് വാസ് ഹിസ് പ്രൈമറി. അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം അതായിരുന്നു. യേശു കർത്താവിന്റെ ഏറ്റവും വലിയ അമൻ എന്താ പറയുന്നത്, ശുശ്രൂഷ അത് തന്നെയായിരുന്നു. പിതാവിന്റെ ഇഷ്ടം എല്ലാവർക്കും വേണ്ടി യാഗമായി തീരും എന്ന് പറയുന്നത് പോലെ എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ഇഷ്ടമുണ്ടെന്നേ, ഒരു ഹിതമുണ്ട്. അത് തിരിച്ചറിയണം. 2024 തീരുന്നതിന് മുമ്പ് അത് തിരിച്ചറിയണം. എന്നിട്ട് മറ്റാരെയും നോക്കാതെ ആ ഹിതം ചെയ്ത് നിവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണം. കോമൺലി നമുക്ക് ദൈവഗീതം പറഞ്ഞിട്ടുണ്ട്, അറിയാവോ? ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധരാകുന്നത് തന്നെ നമ്മെ കുറിച്ചുള്ള ദൈവഗീതം. ഇത് കോമൺലി ഞാൻ ചെയ്യുന്ന കാര്യാദികളല്ല ഒരിക്കലും നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യുന്ന കാര്യാദികളല്ല ഞാൻ ഒരിക്കലും ചെയ്യുന്നത്. കാരണം നമ്മൾ പല വ്യത്യസ്തമായ സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ കാര്യാദികളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. വ്യത്യസ്തമായ തിന്മകളാണ് നമുക്ക് വെല്ലുവിളിയായിട്ട് വരുന്നത്. വ്യത്യസ്തമായുള്ള പാപത്തിന്റെ വെല്ലുവിളികളാണ് നമ്മുടെ മുമ്പിലായിട്ട് വരുന്നത്. ചിലർ ജോലി ചെയ്യുന്ന സ്ഥാപനം കള്ളം പറഞ്ഞെങ്കിൽ മാത്രമേ ആ ജോലിയിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ടോ? ഇനി മറ്റൊരു ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ചിലർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ കൈക്കൂലി മേടിച്ചെങ്കിൽ മാത്രമേ അവിടെ അവൻ മുമ്പിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇനി മറ്റു ചിലർ അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ അവൻ ലോകപരമായിട്ട് അവർ സംസാരിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ക്ലയന്റിനെ ലഭിക്കുകയുള്ളൂ. അപ്പൊ കണ്ടോ, ഓരോരുത്തരും ജീവിക്കുന്ന സാഹചര്യം അനുസരിച്ചാണ് ആ തിന്മകളുടെ ചലഞ്ചസ് മുമ്പിൽ വരുന്നത്. അപ്പോൾ അവിടെ വ്യക്തിപരമായ ഒരു ദൈവഹിതം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണം. എങ്കിൽ മാത്രമേ എനിക്ക് ആ ട്രാക്കിൽ നേരെ ഓടാനായിട്ട് പറ്റൂ. യോസേഫ് മനസ്സിലാക്കിയതുപോലെ, ദാനിയേൽ മനസ്സിലാക്കിയതുപോലെ, പൗലോസ് അപ്പോസ്തലൻ മനസ്സിലാക്കിയ പോലെ. പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ ഭയങ്കര ഷാർപ്പാണ്. ആമേൻ. എനിക്കോ കർത്താവിന്റെ ക്രൂശ് അല്ലാതെ വേറൊന്നും പ്രശംസിപ്പാൻ ഇടവരുത്.
എന്നിട്ട് തന്നെ കുറിച്ചോളം താൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ യെരൂശലേമിൽ നിൽക്കണം, എനിക്ക് നിന്നേ പറ്റത്തുള്ളൂ. എനിക്ക് അവിടെ കർത്താവിന്റെ എന്തോരം കൃത്യമായിട്ട് ട്രാക്കിൽ എന്നറിയാം താൻ പോകുന്നു. ഹല്ലേലൂയ. ഇതുപോലെ നമ്മുടെ ജീവിതത്തെ ആക്കി തീർക്കുക. യേശു കർത്താവിനെ പോലെ ഗോൾ ഫ്രണ്ടിൽ സെറ്റ് ഇതിങ്ങനെ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, തിരുവചനം നമ്മോട് പറയുന്നത്, കർത്താവ് ശിക്ഷിക്കുന്നവൻ സാധാരണപ്പെട്ടവനല്ല, ഏറ്റവും കൂടുതൽ താൻ സ്നേഹിക്കുന്ന ആളിനെയാണ് ശിക്ഷിക്കുന്നത്. തൻ്റെ മകനെയാണ് ശിക്ഷിക്കുന്നത്, തൻ്റെ മകളെയാണ് ശിക്ഷിക്കുന്നത്. സാധാരണ മകളെയല്ല, സ്നേഹിക്കുന്ന മകളെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ആരാണെന്നൊന്നും മനസ്സിലാക്കി. ഹല്ലേലൂയ. ഇനി നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് ലോകത്തിൽ വേറൊന്നും ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് ചോദിക്കാനായിട്ട് തോന്നുന്നില്ല. സീരിയസ്ലി ഞാൻ പറയാം. പോയിരുന്നിട്ട്, കർത്താവേ എനിക്കൊരു വലിയ വീട് തരണം, എനിക്ക് 2 കാറ് തരണം, എൻ്റെ മക്കളെ പോയി, ഇങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും പ്രാർത്ഥിക്കാനായിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നത് എന്തായിരിക്കും എന്നറിയാമോ? കർത്താവേ എന്നെ ഒന്ന് വിശുദ്ധനാക്കണമേ, എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ, തിരുരാജ്യത്തിന്റെ അവകാശിയായി തീരുവാൻ എന്നെ ഒന്ന് പ്രാപ്തരാക്കണമേ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എന്നെ ഒന്ന് പണിതെടുക്കണമേ. ഇതായിരിക്കും നമ്മുടെ പ്രാർത്ഥന. എന്നിട്ട് സംഭവിക്കുന്നതെന്നറിയാമോ? ഹല്ലേലൂയ. ആമേൻ. ഒരു കുഞ്ഞ്, നമ്മുടെ വീട്ടിലൊക്കെ പ്രായമായി വരുന്ന കുഞ്ഞുങ്ങളാണോ അല്ലെ, 8ലും 9ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ഡുക്കാത്തി ബൈക്ക് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ മേടിച്ചു കൊടുക്കും. ഒരു 4 വീലർ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ മേടിച്ചു കൊടുക്കും. പൈസ ഉണ്ടെങ്കിൽ നമ്മൾ മേടിച്ചു കൊടുക്കും. ഇല്ല. എന്താ കാര്യം? നമ്മുടെ കുഞ്ഞിന് ഈ പ്രായത്തിൽ 16-18 വയസ്സിൽ 1000 1200 cc കപ്പാസിറ്റി ഉള്ള വാഹനങ്ങൾ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കിട്ടത്തില്ലെന്ന് നമുക്ക് നന്നായിട്ട് അറിയാന്നുള്ളതുകൊണ്ട് നമ്മൾ അവന് ആവശ്യമായിട്ടുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ കുഞ്ഞിന് ഒരു സൈക്കിൾ ഉണ്ടോ, അപ്പൻ തീരുമാനിക്കും, അമ്മ തീരുമാനിക്കും കുഞ്ഞിന് എന്താ വേണ്ടത് എന്ന് പറയുന്നത് പോലെ നമ്മൾ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ തയ്യാറാകും. അതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകും. നമുക്ക് ആവശ്യമുള്ള നന്മകളെല്ലാം അവൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ വിളിച്ചു പറയുന്നു. നമുക്ക് ആവശ്യമുള്ള നന്മകളെല്ലാം, നമുക്ക് കഴിക്കാനുള്ളത്, നമുക്ക് കുടിക്കാനുള്ളത്, നമുക്ക് ധരിക്കാനുള്ളത്, നമുക്ക് പാർക്കാനുള്ളത് എല്ലാം നമ്മുടെ പുറകെ വരും. നമ്മൾ കരഞ്ഞു വിളിക്കേണ്ട കാര്യം നമ്മുടെ പുറകെ വരും. നിങ്ങൾ എഴുതിയിട്ടോ, 2025 നിങ്ങൾ ഇതുപോലെ തിരുവചന അനുസൃതമായി കമ്മിറ്റ് ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി നോക്കുക. നിങ്ങൾ ഇന്ന് അന്വേഷിക്കുന്ന പല നന്മകളും നിങ്ങളുടെ പുറകെ വരും. ദൈവം നിങ്ങളെ ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ആവശ്യമുള്ള ബന്ധങ്ങൾ ദൈവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. ഹല്ലേലൂയ. 150 ചർച്ച് ദൈവത്തിന് തരാൻ താല്പര്യമുണ്ടെങ്കിൽ 100% അതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ തമ്പുരാൻ ചെയ്യും. നിങ്ങൾക്ക് 50 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ആരുടെ മുമ്പിൽ ഞാനൊരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, അതിന് 50 കോടിയോളം ആവശ്യമുണ്ട്, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ സപ്പോർട്ട് കേൾക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് എൻ്റെ ദൈവം സ്വർഗത്തിലെ കിളിവാണ് നിങ്ങൾക്ക് നൽകി തരും. അതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞിനെ ഒരു ഉയർന്ന മേഖലയിൽ കൊണ്ട് എത്തിപ്പാൻ എൻ്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ആരുടെ മുമ്പിൽ കടം വാങ്ങാൻ വേണ്ടി പോണ്ട, നിങ്ങൾ ലോൺ വാങ്ങാൻ വേണ്ടി പോണ്ട, ഒരു ബാങ്കിൽ ചെന്ന് കാത്തിരിക്കണ്ട, ഒരു മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ തലവണക്കണ്ട. ഹല്ലേലൂയ. ആമേൻ. ശമൂവേലിനെ വലിയവനാക്കിയ ദൈവം ഇന്നും ജീവിക്കുന്നു. ഇന്നും ജീവിക്കുന്നു. ആ അമ്മ ചെയ്തത് എന്താണെന്നറിയാം? തൻ്റെ കുഞ്ഞിനെ അയ്യോ ഇവനെ നമുക്ക് പഠിപ്പിച്ചിട്ട് വിടാം, ഇവന് കുറച്ചുകൂടെ പ്രായമായി, നോ താൻ എടുത്ത തീരുമാനം പോലെ തൻ്റെ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചു കൊടുത്തു, ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു. തിന്മ നിറഞ്ഞവരുടെ നടുവിൽ ശമൂവേൽ ദൈവ സാന്നിധ്യമുള്ളവനായി, നന്മ നിറഞ്ഞവനായി വളർന്നു വന്നു. വളരെ കുഞ്ഞുനാൾ മുതൽ കൊണ്ട് തന്നെ അവൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാനായിട്ട് തുടങ്ങി. ഇന്ന് രാത്രി തിരുവചനത്തിന്റെ മുമ്പിൽ നമ്മെ ഒന്ന് സമർപ്പിക്കാം. അപ്പൻ സ്നേഹിക്കുന്ന ഏതു മകനെയും ശിക്ഷിക്കുന്നു, ഏതു മകനെയും ശാസിക്കുന്നു. അതെല്ലാം അവനെ ഉടച്ചു കളയാനും അവനെ തകർത്ത് കളയാനുമുള്ളതാണ്, മറിച്ച് അവനെ മാനിക്കാനുള്ളതാണ്. താങ്ക് യു ജീസസ്. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ കർത്താവിന്റെ സന്നിധാനത്തിൽ നടക്കാം. താങ്ക് യു ജീസസ്. ഒന്ന് പ്രാർത്ഥിക്കാം. പൈശാചികമായ ചില ആധിപത്യങ്ങൾ യേശുവിൻ നാമത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന്, കുടുംബ ജീവിതത്തിൽ നിന്ന്,
കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഓടിപ്പോകുകയാണ്. Amen. Hallelujah. കാരണം എൻ്റെ ജീവിതത്തിൽ വരുന്ന അമ്മൻ പൊന്നൂതി കഴിക്കുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ദൈവം എന്നെ വെറുക്കുന്നത് കൊണ്ട് വരുന്നതല്ല, ദൈവം എന്നെ തള്ളിക്കളഞ്ഞത് കൊണ്ട് വരുന്നതല്ല, മറിച്ച് ദൈവം എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ട് വരുന്നതാണ്. മറ്റു പലർക്കും ഈ ഒരു അനുഭവം വന്നെങ്കിൽ അവരൊക്കെ ദൈവത്തെ എറിഞ്ഞിട്ട് പോയേനെ. പക്ഷേ എന്നെയും നിങ്ങളെയും ദൈവം കണ്ടിരിക്കുന്നത് വിശ്വസ്തരായിട്ടാണ്. എന്റെ മകൻ എന്നെ വിട്ടു പോകത്തില്ല, എന്നെ വിട്ടു പോകത്തില്ല. ആ ഒരു ഉറപ്പിലാ അവൻ എന്റെ മകൻ, എന്റെ മകൾ എന്നുള്ള അവകാശത്തിലാണ് ദൈവം നമ്മെ ശാസിക്കുന്നത്, ശിക്ഷിക്കുന്നത്. രാത്രി അവിടുത്തെ ശിക്ഷയെ ഞങ്ങൾ നിരസിക്കുന്നില്ല. അതിനെ ഞങ്ങൾ കുറച്ചു കാണുന്നില്ല. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളതാണ്. ഒരു കള്ളനായി ഈ ഭൂമിയിൽ ഞാൻ മരിച്ചു പോകുന്നതിനേക്കാൾ, ഒരു പാപിയായി ഈ ഭൂമിയിൽ മരിച്ചു പോകുന്നതിനേക്കാൾ, നെയിംലി ഒരു ക്രിസ്ത്യൻ എന്നുള്ള പേരിൽ ഈ ഭൂമിയിൽ നിന്നും മരിച്ചു പോകുന്നതിനേക്കാൾ യഥാർത്ഥമായി ഒരു ദൈവ പൈതലായി നിത്യജീവനിൽ പ്രവേശിപ്പാൻ ആ ഇടുക്കമുള്ള ഞെരുക്കമുള്ള വാതിലിലൂടെ ഞങ്ങളെ കടത്തിവിടുന്നതിനായി സ്തോത്രം. അനേകർക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ചുരുക്കം ചിലർ മാത്രം പ്രവേശിക്കുന്ന ആ വാതിലൂടെ ഞങ്ങളെ കടത്തിവിടുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുകയാണ്. ഈ തിരുവചനം കേട്ടവരെ എല്ലാം അതേ തിരുവചനം കൊണ്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ദൈവം ശക്തമായി നാളുകളിൽ ഇടപെടണമേ കർത്താവേ. അങ്ങേ ആഗ്രഹിക്കുന്ന തലത്തിൽ ഞങ്ങളെ ആക്കി തീർക്കണമേ. അങ്ങേ ആഗ്രഹിക്കുന്ന വിശുദ്ധിയിൽ ഞങ്ങളെ കൊണ്ടുവരണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തന്നെ അവൻ തിരമാലകൾ പോലെ ദൈവ സാന്നിധ്യത്തിന്റെ ചലനം ഞങ്ങൾ തിരിച്ചറിയുവാനിടയായി തീരട്ടെ. ഞങ്ങൾ തിരുമുമ്പിൽ ഇരിക്കുമ്പോൾ ദൈവ ശബ്ദം ഞങ്ങൾ കേൾക്കട്ടെ. ഞങ്ങൾ തിരുമുമ്പിൽ ഇരിക്കുമ്പോൾ അവൻ വെളിപ്പാടുകൾ കാണട്ടെ. കർത്താവേ, ഈ നാടുകളിൽ അങ്ങേ ആഗ്രഹിക്കുന്ന തലത്തിൽ അവൻ കാറ്റ് എവിടെ നിന്ന് വീശുന്നു, എവിടേക്ക് പോകുന്നു എന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുപോലെ അസാധാരണമായ ഒരു ശുശ്രൂഷ തലത്തിൽ ദൈവം ഞങ്ങളെ കൊണ്ടുവന്നെത്തിക്കുന്നുകൊണ്ട് സ്തോത്രം ചെയ്യും. ഈ സൂപ്പർ നാച്ചുറൽ മിറക്കിൾ മീറ്റിങ്ങിനെ സ്വർഗം അനുഗ്രഹിക്കുന്നുണ്ട് സ്തോത്രം. എല്ലാ യേശുവിൻ നാമത്തിൽ തന്നെ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയായിരുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ബർത്ത്ഡേയുടെ അന്ന് തന്നെ കർത്താവിനെ ശുശ്രൂഷിക്കാൻ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിച്ചു. ഹല്ലേലൂയ. പിതാവ് ശിക്ഷിക്കാത്ത മക്കളുണ്ടോ? ഹല്ലേലൂയ. നമ്മളൊക്കെ പല ശിക്ഷകളിലൂടെ കടന്നു പോയവരാണ്. ഹല്ലേലൂയ. പല അവസരങ്ങളിലും നമ്മളെ അടിക്കുന്ന അപ്പനോട് നമുക്ക് വിഷമം തോന്നാറുണ്ട്, സഹിക്കാൻ കഴിയുന്നില്ല, എങ്ങനെ മുന്നോട്ട് പോകുന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുള്ളവരാണ്. പക്ഷേ നമ്മൾ ഇന്ന് ആത്മീയമായി ഭൗതികമായി നമ്മൾ എന്തെങ്കിലും ആയിട്ടുണ്ടോ, വളർന്നിട്ടുണ്ടോ, അതിൻ്റെ എല്ലാം പിന്നിൽ അപ്പൻ്റെ ശിക്ഷയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ശക്തമായി കർത്താവദാസൻ ലിവിലൂടെ നമ്മളോട് ഇടപെട്ടു, നമ്മളോട് സംസാരിച്ചു. ഈ വർഷത്തെ അവസാനത്തെ മീറ്റിംഗ് ആണ്. ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചു. അടുത്ത വർഷം 2025 നമ്മൾ ഇംഗ്ലീഷ് സർവീസും കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ നെക്സ്റ്റ് മീറ്റിംഗ് 2025 നടക്കുന്നത് ഫസ്റ്റ് ആയിരിക്കും, 1-ാം തീയതി ആയിരിക്കും. 1-ാം തീയതി മീറ്റിങ്ങിന് എല്ലാവരും അറ്റൻഡ് ചെയ്യണം. കാര്യം അതൊരു സ്പെഷ്യൽ മീറ്റിംഗ് ആയിരിക്കും. 2025 എല്ലാവർക്കും ഉള്ള പ്രവചന ദൂത് ഉണ്ടായിരിക്കും. അപ്പോൾ ആരും മറക്കാതെ എല്ലാവരും അന്നത്തെ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുക. പ്രാർത്ഥനയോടെ കടന്നു വരിക. സ്പെഷ്യൽ മീറ്റിംഗ് ആയിരിക്കും. കർത്താവിൻ്റെ വലിയ കൃപയും നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഉദ്ദേശവും പദ്ധതികളും പ്ലാനും നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. നമുക്കതിനായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് വരാം. ഈ വർഷം ഈ നിമിഷം വരെ മീറ്റിംഗ് എങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് എനിക്കറിയത്തില്ല. 10-25 പേരുണ്ടായിരുന്ന മീറ്റിംഗ് ആണ്. പലർക്കും അത്ഭുതങ്ങൾ നടന്നു, അവർ പോയി.
ചിലരൊക്കെ ശുശ്രൂഷക്കാരായിരുന്നു, അവരും പോയി. ഇനി എത്ര പേര് കർത്താവ് കൊണ്ടിരുന്നു? എല്ലാം പരിശുദ്ധാത്മാവിന് മാത്രമേ അറിയത്തുള്ളൂ. കാരണം ഇതിൻ്റെ ഓണർ പരിശുദ്ധാത്മാവാണ്. അർത്ഥരാരവശന്തരെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഒരാളാണെങ്കിലും ഈ മീറ്റിംഗ് നടത്തണം. കാരണം ഇത് ഉണർവിലേക്ക് നയിക്കപ്പെടുന്ന ഒരു മീറ്റിംഗ് ആണ്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ നിർത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് എന്നെ വീണ്ടും നയിക്കുകയാണ്. ഇത്രത്തോളം നടത്തിയ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. നിങ്ങളും ഈ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മൾ ഇനി 2025 ഫസ്റ്റില് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ഈ മീറ്റിംഗ് ഉണ്ടാവും. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാവരുടെ വിഷയവും ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് വലിയവ ചെയ്യും. ദേവദാസിനെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദേവദാസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പാസ്റ്ററിനെ അപ്പന്റെ തൃപ്പാത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന 24 വർഷം ശുശ്രൂഷ ചെയ്തു. 25ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പന്റെ വലിയ കൃപയും തണലും കാവലും കരുതലും ഫേവറും അർത്ഥനാറവസന്തരെ ശുശ്രൂഷയ്ക്ക് വേണ്ടതെല്ലാം അങ്ങ് ഇത്രത്തോളം ഒരുക്കി ഇനിയും ഒരുക്കുവാൻ അങ്ങ് മതിയായവരാണ്. കർത്താവ് ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് അങ്ങയുടെ ശുശ്രൂഷ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് അങ്ങയുടെ ദാസനെ കൊണ്ടുപോകാറാകണമേ. ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, വൈഫിനെ അനുഗ്രഹിക്കണം കർത്താവേ, തുടങ്ങിയ ചേർച്ചിനെ ദൈവം അനുഗ്രഹിക്കണം കർത്താവേ. വലിയ വലിയ സ്റ്റേജുകളിൽ ശക്തിയോടെ ശുശ്രൂഷയ്ക്ക് കർത്താവ് എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ ഭണ്ഡാരത്തിൽ ഒന്നിനും ഒരു കുറവില്ലല്ലോ അപ്പാ. അങ്ങയുടെ ദാസന് വേണ്ടതും അധികമായി സ്വർഗം ഒരുക്കിയിട്ടുണ്ടല്ലോ കർത്താവേ. അത് ഈ ദിവസങ്ങളിൽ റിലീസാവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പാ. അങ്ങയുടെ എല്ലാ കൃപകളും ഹല്ലേലൂയ, അങ്ങയുടെ എല്ലാ സ്വർഗീയ സമ്പത്തും കൊണ്ട് ഹല്ലേലൂയ അങ്ങയുടെ ദാസനെ വീണ്ടും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കടന്നു വന്ന സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കും. സിസ്റ്ററിനെ അനുഗ്രഹിക്കണം. സിസ്റ്റർ വിഷയങ്ങളുടെ ദൈവം അത്ഭുതം ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളത് വിശ്വസിക്കും. ഞങ്ങളത് ഏറ്റെടുത്ത് പപ്പയ്ക്ക് നന്ദി പറയുന്നു. പപ്പ ഓൾറെഡി അതെല്ലാം മറുപടി തന്നു കഴിഞ്ഞു. ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ മീറ്റിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും പപ്പ അധികമായി 2025 അനുഗ്രഹിക്കണമേ കർത്താവേ. അപ്പന് വേണ്ടി അധികമായി ഉപയോഗിക്കണമേ അപ്പ. ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് സ്വയമായി കഴിവോ ഒന്നും ഞങ്ങൾക്കില്ലപ്പ. ഞങ്ങൾക്കുള്ളത് അപ്പന്റെ പാദത്തിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണപ്പ. അങ്ങ് ഞങ്ങളെ ഉപയോഗിക്കണമേ അപ്പ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് പേരോ പദവിയോ സമ്പത്തോ ഒന്നും വേണ്ടപ്പ. അപ്പന്റെ രാജ്യത്തിന് വേണ്ടി അങ്ങ് ഞങ്ങളെ ഉപയോഗിക്കണമേ. ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. അനേകർക്ക് ഞങ്ങളൊരു ഹല്ലേലൂയ അനുഗ്രഹപാത്രമാക്കി മാനപാത്രമാക്കി അങ്ങ് ഞങ്ങളെ മാറ്റണമേ. അതിനായിട്ടുള്ള എല്ലാ കൃപകളും വരങ്ങളും അഭിഷേകവും ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ മേൽ അങ്ങ് ചൊരിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നടത്തിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ആശീർവാദം പറയാം. പാസ്റ്റർ ആശീർവാദം പറയാമോ? പാസ്റ്റർ വാഴ്ത്തുക, സർവ്വനാമത്തിൽ വാഴ്ത്തുക. എന്മനമേകോ വാഴ്ത്തുക. ചെയ്ത ഉപകാരം